ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ സപ്പോർട്ടർ അയച്ച ഒരു മെസ്സേജ് നമുക്ക് നോക്കാം. ഹലോ സർ, LLM എൻട്രൻസ് ആവാറായോ ക്ലീ, അതിൻ്റെ വീഡിയോസ് ചെയ്യാമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചോദിച്ച് ധാരാളം എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. കേരള LLM എൻട്രൻസ് 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായി ഡീൽ ചെയ്യുന്നത് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതും എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതും അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട എക്സാമിന് ഈ വർഷത്തെ എൻട്രൻസിന് അപ്പോൾ അതിൻ്റെ സിലബസും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കേരള LLM എൻട്രൻസ് 2025 അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഒക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ വർഷവും ഏകദേശം ആ ഒരു ഡേറ്റിനോട് അടുപ്പിച്ച് എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത. അപ്പോൾ കേരള LLM എൻട്രൻസ് 2020 കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വന്നത്? ജൂൺ 28-നാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ജൂൺ 28-നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ജൂൺ 28 നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജൂലൈ മാസം അപ്ലിക്കേഷൻ ആദ്യം ഒരു ഡെഡ് ലൈൻ വെച്ചു, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ ജൂലൈ മാസം മൊത്തം ആപ്ലിക്കേഷൻ്റെ ഒരു സമയമായിരുന്നു. ഓഗസ്റ്റ് 17 ആയിരുന്നു ക്ലീ 2025 കേരള LLM എൻട്രൻസ് 2025 എക്സാം ഷെഡ്യൂൾ ചെയ്തു ഓഗസ്റ്റ് 17. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഈ വർഷവും ഏകദേശം ഒരു ജൂൺ അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വന്ന് ഓഗസ്റ്റിൽ പരീക്ഷ ഷെഡ്യൂൾ ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ വർഷം LLB കോഴ്സ് കഴിയുന്ന മോസ്റ്റ് പ്രോബബ്ലി കാലിക്കറ്റ് സ്റ്റുഡൻസ് ഒക്കെ ഒക്ടോബർ 31 കോഴ്സ് കഴിയും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യും. അപ്പോൾ അവരാണ് കൂടുതൽ നമ്മുടെ എൻക്വയറി ചെയ്തത്. അപ്പോൾ ഈ വർഷം കോഴ്സ് കഴിയുന്ന, അതായത് ഈ വർഷം ഒക്ടോബർ 31 ഒക്കെ ആയിട്ട് കോഴ്സ് കഴിയുന്ന, അപ്പോൾ മെയിൻലി കാലിക്കറ്റ് ആണ്, അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കേരള LLM എൻട്രൻസ് എഴുതാൻ പറ്റും. നമുക്കറിയാം കേരളത്തിലെ 4 സർക്കാർ ലോ കോളേജിൽ അതുപോലെ തന്നെ ഏതാനും പ്രൈവറ്റ് ലോ കോളേജിലേക്കുള്ള LLM സീറ്റുകളിലേക്ക് നടത്തുന്ന എൻട്രൻസ് ആണ് കേരള LLM എൻട്രൻസ്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു ഡേറ്റോടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനിയും നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഈ കേരള LLM എൻട്രൻസിൻ്റെ സിലബസ് എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് സിലബസ് നമുക്ക് നോക്കാം, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. സിലബസ് ഇങ്ങനെയാണ്. പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. ഓക്കെ, പാർട്ട് എയും പാർട്ട് ടോട്ടൽ 200 ക്വസ്റ്റ്യൻസിലാണ് നമ്മുടെ കേരള LLM എൻട്രൻസ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. 200 ചോദ്യങ്ങളുണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്സ്, നെഗറ്റീവ് മാർക്കിംഗ് -1 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സിലബസ് പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ജൂറിസ്പ്രുഡൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ലോ ഓഫ് ക്രൈംസ്, ലോ ഓഫ് കോൺട്രാക്ട്. ഈച്ച് സബ്ജക്റ്റ്, ഓരോ സബ്ജക്റ്റിന് 25 ചോദ്യങ്ങളാണ് ചെയ്യുക. അപ്പോൾ 4 സബ്ജക്റ്റ് ടോട്ടൽ 100 ചോദ്യങ്ങൾ. ഓക്കെ, 100 ചോദ്യങ്ങൾ. ജൂറിസ്പ്രുഡൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ക്രൈംസ്, കോൺട്രാക്ട്. ഓക്കെ, ഈച്ച് സബ്ജക്റ്റിന് 25 ചോദ്യങ്ങൾ. ഇനി പാർട്ട് ബിയിൽ എന്തൊക്കെയാണ് വരുന്നത്? പാർട്ട് ബിയിൽ പില്ല്, പബ്ലിക് ഇൻട്രാക്ഷൻ ലോ, അതിന് 20 ചോദ്യങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് ലോ, അതിൽ നിന്ന് 20 ചോദ്യങ്ങൾ. ലോ ഓഫ് പ്രോപ്പർട്ടി, അതിൽ നിന്ന് 20 ചോദ്യങ്ങൾ. കമ്പനി ലോ, അതിൽ നിന്ന് 20 ചോദ്യങ്ങൾ. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്, അതിൽ നിന്ന് 10 ചോദ്യങ്ങൾ. പിന്നെ ലോ ഓഫ് കോൺട്രാക്ട്, അതിൽ നിന്ന് 10 ചോദ്യങ്ങൾ. ഓക്കെ, അങ്ങനെ പാർട്ട് ബിയിൽ നിന്ന് 100 ചോദ്യങ്ങളും പാർട്ട് എയിൽ നിന്ന് 100 ചോദ്യങ്ങളാണ്. ടോട്ടൽ 200 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്, കേരള LLM എൻട്രൻസിൻ്റെ എക്സാം എന്ത് ചെയ്യുന്നത് പാറ്റേൺ എന്ന് പറയുന്നത്. 200 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിന് 3 മാർക്ക്, ടോട്ടൽ 600 എന്ത് ചെയ്യുന്നത് മാർക്ക് വരുന്നത്. അപ്പോൾ ആസ് ഓഫ് നൗ 2026 കേരള LLM എൻട്രൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും. നമ്മൾ ഇനിയും കൂടുതൽ കണ്ടൻസ് നമ്മൾ എന്ത് ചെയ്യുന്ന ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് വന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അപ്പോൾ എല്ലാം എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിടുക. അപ്പോൾ കേരള LLM 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല, ഉടനെ തന്നെ വരും. ജൂൺ അവസാനത്തോടെ എക്സ്പെക്റ്റ് ചെയ്യാം. എന്നിട്ട് ഓഗസ്റ്റ് മാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ ചെയ്യാം. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളായി കൂടുതൽ കണ്ടൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, LLM കണ്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും കൂടുതൽ കേരള LLM എൻട്രൻസിനെ പറ്റി കൂടുതൽ കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ്, താങ്ക് യു.